ഹലോ, ഇന്ന് നമുക്കൊരു അടിപൊളി സ്നാക്സ് ഉണ്ടാക്കിയാലോ. പൊട്ടാറ്റോ ലോലിപോപ്പ്. അതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: ഉരുളക്കിഴങ്ങ്, മല്ലിച്ചപ്പ്, സ്പ്രിംഗ് ഓണിയൻ, ചെറുതായി അരിഞ്ഞ ഉള്ളി, ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ്. ഇനി അതിന് വേണ്ട സ്പൈസസ്: ചെറിയ ജീരകത്തിൻ്റെ പൊടി, വലിയ ജീരകത്തിൻ്റെ പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, മുളക് പൊടി, ചെറിയ കഷ്ണം നാരങ്ങ, പിന്നെ ഞാനിവിടെ ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇനി ഒരു ബൗളിലോട്ട് വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 3 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. അത് ഉപ്പിട്ട് വേവിച്ചെടുത്തതാണ്. നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 6 സ്ലൈസ് ബ്രെഡാണിത്. ഞാനിത് മിക്സിയിൽ നന്നായി എടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് റെഡിമെയ്ഡ് ബ്രെഡ് ക്രംസ് ഉണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം. ഞാനിവിടെ സ്ലൈസ്ഡ് ബ്രെഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് മുറിച്ച് വെച്ച ഉള്ളി, സ്പ്രിംഗ് ഓണിയൻ, മല്ലിച്ചപ്പ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇവിടെ ഒരു വലിയ ഉള്ളിയാണ് ഞാൻ ചെറുതായി മുറിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. 1 കപ്പ് അളവിൽ മല്ലിച്ചപ്പ് എടുത്തു. അതേപോലെ തന്നെ 1 കപ്പ് അളവിൽ സ്പ്രിംഗ് ഓണിയനും എടുത്തിട്ടുണ്ട്. ചെറിയ കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്. ഇനി ഇതിലോട്ട് ചെറുതായി അരിഞ്ഞ ഉള്ളി, ഇനി ഇതിലോട്ട് ചെറുനാരങ്ങയുടെ നീരൊഴിച്ചു കൊടുക്കാം. കുരു കളഞ്ഞിട്ട് വേണം എടുക്കാൻ. ഇനി ഇതിലേക്ക് സ്പൈസസ് ഓരോന്നോരോന്നായി ആഡ് ചെയ്യാം. ഞാനിവിടെ വലിയ ജീരകം പൊടിച്ചത് 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗരം മസാല 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1.5 ടീസ്പൂൺ, ചെറിയ ജീരകം 1 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ. അപ്പം ഇതെല്ലാം നിങ്ങളെ എരിവിനും ടേസ്റ്റിനും അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം കൂടി നല്ലേക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം കൈകൊണ്ട്. ഇനി ഇത് നല്ല രീതിയിൽ കുഴച്ച് നല്ലൊരു ചപ്പാത്തിയുടെ മാവിൻ്റെ രൂപത്തിലാക്കി എടുക്കണം. നമുക്കിത് വെച്ചിട്ട് നല്ല ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാനുള്ളതാണ്. അപ്പോൾ നമുക്കിനി ഇതൊരു ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം. ഞാനിവിടെ ഒരു ചെറിയ കപ്പിൽ ഓയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കയ്യിൽ തടവിയിട്ട് വേണം ഓരോന്നോരോന്നായിട്ട് ഉരുട്ടിയെടുക്കാൻ, അല്ലെങ്കിൽ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇത് ഉരുട്ടിയെടുക്കാം. പല ഷേപ്പിൽ ആക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കട്ട്ലേറ്റിൻ്റെ രൂപത്തിലൊക്കെ ആക്കിയെടുക്കാം. ഞാനിവിടെ ബോൾസ് ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കുന്നതായിരിക്കും നല്ലത്. കാണാനും ഭംഗിയാണ്, അതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാനും എളുപ്പമാണ്. എൻ്റെ ബോൾസ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനൊരു കോട്ടിംഗ് ആവശ്യമുണ്ട്. അതിന് 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് കലക്കിയെടുക്കാം. കട്ടയില്ലാതെ ഇത് കലക്കിയെടുക്കണം. മൈദ ഇല്ലെങ്കിൽ ഇതിലേക്ക് നിങ്ങൾക്ക് ഗോതമ്പ് പൊടി യൂസ് ചെയ്യാം. ഇനി ഓരോരോ ബോൾസായി നമുക്ക് മൈദയിൽ മുക്കി ബ്രെഡ് ക്രംസിലിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. കോട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഉരുട്ടിയെടുത്താൽ നല്ലതായിരിക്കും. ബാക്കിയുള്ള എല്ലാ ബോൾസും നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. ഇപ്പം എൻ്റെ ബോൾസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഇത് ഓരോന്നോരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുവാണ്. ഇതുപോലെ പാനിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. കുഴിയുള്ള പോലത്തെ പാത്രമാണെങ്കിൽ ചിലപ്പം ഇത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇതുപോലെ സ്പൂണ് വെച്ച് ഓരോ സൈഡ് മറിച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ഗോൾഡൻ കളർ ആകുന്നവരെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം.
എല്ലാ സൈഡും ഇതുപോലെ മറിച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് നല്ലപോലെ ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ഇട്ട് കൊടുക്കാം. ഇതും നല്ല രീതിയിൽ ഗോൾഡൻ കളറാകുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. പൊട്ടാറ്റോ ലോലിപോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിവിടെ സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇതിന് നമുക്കൊരു സൂപ്പർ ഡിപ്പ് ആവശ്യമുണ്ട്. 3 ടേബിൾ സ്പൂൺ തൈരിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ മയോണൈസാണ് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. റെഡിമെയ്ഡ് മയോണൈസാണ് ഞാനിവിടെ യൂസ് ചെയ്തത്. നിങ്ങൾക്ക് ഹോം മെയ്ഡ് മയോണൈസ് ആണെങ്കിലും അതും യൂസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുത്ത് 1 പിടി മല്ലിയിലയും 1 പിടി സ്പ്രിംഗ് ഓണിയനും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇവിടെ നിങ്ങൾക്ക് ചെറുതായി അരിഞ്ഞ ഉള്ളി ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അത് ഇട്ട് കൊടുത്തിട്ടില്ല. ഇനി ഇത് നന്നായി ഇളക്കി കൊടുത്ത് നമുക്ക് ഈ സ്നാക്സിൻ്റെ കൂടെ കഴിക്കാം. നല്ലൊരു സോസാണിത്, സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്യണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.